മനസ്സിലാവുന്നില്ല എൻ്റെ ലാലേട്ട എന്ന രീതിയിൽ ഇരിക്കുന്ന പൃഥ്വിരാജ്. മോൻ സലാറിലൊക്കെ തെലുങ്കിൽ അഭിനയിച്ച് വന്നതല്ലേ ഉള്ളൂ, എന്തെങ്കിലും മറുപടി പറ പൃഥ്വി എന്ന മട്ടിലിരിക്കുന്ന മോഹൻലാൽ. നാടൻ തെലുഗു സ്ലാങ്ങിൽ എന്തൊക്കെയോ ചോദിക്കുന്ന അവതാരിക. ഇങ്ങനെ ഒരു അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും വെള്ളം കുടിപ്പിച്ച ഈ തെലുങ്ക് അവതാരിക ആരാണ് എന്നാണ് സോഷ്യൽ മീഡിയ അന്വേഷിക്കുന്നത്. ഒരു സാധാരണ വീട്ടമ്മയുടെ ലുക്കിൽ സാരി ഉടുത്ത് മുടിയിൽ പൂവൊക്കെ വെച്ച് നാടൻ സംഭാഷണ ശൈലിയിലാണ് ഈ അഭിമുഖത്തിൽ അവതാരിക സംസാരിക്കുന്നത്. മോഹൻലാലിന്റെ മുടിയുടെ രഹസ്യം എന്താണെന്ന് തെലുങ്കിൽ അവതാരക ചോദിക്കുമ്പോൾ കുസൃതി നിറഞ്ഞ ചിരിയോടെ മൈലെണ്ണ എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. ഈ റീൽ വീഡിയോയാണ് ആദ്യം വൈറലായത്. എല്ലാ അഭിമുഖങ്ങളിലും ഉരുളയ്ക്കുപ്പേരി മറുപടി നൽകുന്ന പൃഥ്വിരാജ് പോലും കുഴഞ്ഞുപോയ ഇന്റർവ്യൂ എന്ന ക്യാപ്ഷനോട് കൂടി വേറെയും റീലുകൾ വൈറലായി കഴിഞ്ഞു. ഒരു നിമിഷം തേന്മാവിൻ കൊമ്പത്തിലെ ലാലേട്ടനെ ഓർത്തുപോയി. ലാലേട്ടനും പൃഥ്വിയും ഇങ്ങനെയൊരു ഇന്റർവ്യൂവിൽ വന്നുപെടുന്നത് ആദ്യമായിരിക്കും. ഈ ശ്രീഹള്ളി കൊള്ളാം, ലേലുവല്ലു ലേലുവല്ലു അഴിച്ചുവിട്, മോനെ രാജു നീ എന്നെ എങ്ങോട്ടാടാ പ്രമോഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് എന്നിങ്ങനെ രസകരമായ നിരവധി കമന്റുകളാണ് ഈ ഇന്റർവ്യൂവിന് താഴെ മലയാളി പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നത്. നിങ്ങൾ ഹീറോയല്ലേ, ഹീറോയ്ക്കല്ലേ പണം കിട്ടുന്നത്, ഭാര്യയൊന്നും പറയാറില്ലേ എന്നൊക്കെ തമാശ രീതിയിൽ പൃഥ്വിയോട് ആങ്കർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഭാര്യ പറയാറുണ്ടെന്ന് പൃഥ്വി പറയുമ്പോൾ അഭിനയിച്ചാലല്ലേ പണം കിട്ടൂ, എന്നിട്ട് വേണ്ടേ ഭാര്യയ്ക്ക് സ്വർണ്ണമാല വാങ്ങിക്കൊടുക്കാൻ എന്നൊക്കെയുള്ള ആങ്കറുടെ ചോദ്യം പൃഥ്വിയെയും മോഹൻലാലിനെയും ചിരിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ചിരി കടിച്ചു പിടിച്ച് ഇരുവരും മറുപടി പറയുന്നത് കാണാം. അഭിമുഖം കാണുന്ന ഭൂരിഭാഗം മലയാളി പ്രേക്ഷകരും വിചാരിച്ചിരിക്കുന്നത് റീച്ച് കൂട്ടാനായി ഏതോ ഒരു വീട്ടമ്മയെ കൊണ്ടുവന്ന് ആങ്കർ ആക്കിയതാണ് എന്നായിരിക്കും. അങ്ങനെ ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട്. എന്നാൽ അതല്ല സത്യം. തെലുങ്ക് മാധ്യമ രംഗത്തെ ഒരു കില്ലാടിയാണ് ഈ അവതാരക. ദിവി സുജാത എന്നാണ് ഈ അവതാരക അറിയപ്പെടുന്നത്. ഒറിജിനൽ നെയിം സുജാത ദീക്ഷിത് എന്നാണ്. തെലുങ്ക് ടെലിവിഷൻ മേഖലയിൽ വ്യത്യസ്തമായ അവതരണത്തിലൂടെ വേറിട്ട് നിൽക്കുന്ന ജേർണലിസ്റ്റാണ് ദിവി സുജാത. പത്രപ്രവർത്തക, TV അവതാരക എന്നീ മേഖലകളിൽ തന്റേതായ ഒരു പേര് സമ്പാദിക്കാൻ സാധിച്ച വ്യക്തി. V6 ന്യൂസ് എന്ന തെലുഗു വാർത്താ ചാനലിലെ തീൻമാർ ന്യൂസിലെ ചന്ദ്രബ എന്ന കഥാപാത്രമായി എത്തിയാണ് ദിവി സുജാത ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. കൃത്യതയോടെയും വ്യത്യസ്തമായ രീതിയിലൂടെയും വാർത്തകൾ നൽകാനുള്ള ദിവി സുജാതയുടെ ശ്രമം കൂടുതൽ കാഴ്ചക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയായിരുന്നു. പത്രപ്രവർത്തനത്തിന് പിന്നാലെയാണ് തീൻമാർ ന്യൂസിലെ ചന്ദ്രബ എന്ന വേഷത്തിലേക്ക് ദിവി സുജാത എത്തുന്നത്. വാർത്തകൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നതിനൊപ്പം തന്നെ തന്റെ അതേ പ്രായത്തിലുള്ള മറ്റ് അവതാരകരിൽ നിന്ന് വേറിട്ട ഒരു ശൈലി സ്വന്തമാക്കാനും ദിവി സുജാതയ്ക്ക് സാധിച്ചു എന്നതാണ് കരിയറിൽ വഴിത്തിരിവായത്. ദിവി സുജാത അവതരിപ്പിക്കുന്ന ചന്ദ്രബ എന്ന വേഷം ഒരു വാർത്താ അവതാരക എന്നതിനുപരി ഒരു സാധാരണക്കാരി എന്ന ഇമേജാണ് പ്രേക്ഷകർക്ക് നൽകുന്നത്. ഇതുവഴി പ്രേക്ഷകരുമായി എളുപ്പത്തിൽ സംവദിക്കാനും അവരിൽ ഒരാളായി മാറാനും ദിവി സുജാതയ്ക്ക് സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് അവരുടെ ഷോയെ വ്യത്യസ്തമാക്കുന്നതും. സങ്കീർണമായ വിഷയങ്ങൾ ലളിതവും ആകർഷകവുമായി ചർച്ച ചെയ്യാനുള്ള കഴിവാണ് തെലുങ്ക് കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അവതാരികയാക്കി ദിവി സുജാതയെ മാറ്റിയത്. ദിവി സുജാതയുടെ വസ്ത്രധാരണ രീതിയും സംസാരത്തിലെ സ്ലാങ്ങും ഒക്കെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാൻ കാരണമായിട്ടുണ്ട്. ബ്രേക്കിംഗ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതായാലും ഒരു ചർച്ച മോഡറേറ്റ് ചെയ്യുന്നതായാലും ഒക്കെ പ്രൊഫഷണലിസത്തിനൊപ്പം ലാളിത്യവും കലർന്ന രീതിയിലാണ് ദിവി സുജാത കൈകാര്യം ചെയ്യുന്നത്. ദിവി സുജാതയുടെ സ്വാധീനം ടെലിവിഷൻ സ്ക്രീനിനും അപ്പുറത്തേക്കും വ്യാപിച്ചിട്ടുണ്ട്. ചന്ദ്രബ എന്ന കഥാപാത്രത്തിന് അവർ നൽകുന്ന ആധികാരികതയും മാധ്യമരംഗത്തെ സത്യസന്ധതയും അർപ്പണ മനോഭാവവുമാണ് ദിവി സുജാതയുടെ ജനപ്രീതിക്ക് കാരണം. വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് സൂക്ഷ്മമായ ധാരണയുള്ള വ്യക്തിയാണ് ദിവി സുജാത. വെറും വാർത്ത എന്നതിനപ്പുറത്തേക്ക് പ്രശ്നങ്ങളുടെ കാതൽ മനസ്സിലാക്കിയുള്ള വിശദീകരണങ്ങളാണ് ദിവി സുജാതയുടെ റിപ്പോർട്ടിങ്ങിന്റെ പ്രത്യേകത. കാഴ്ചക്കാർക്ക് സമഗ്രമായ ഉൾക്കാഴ്ചകൾ നൽകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇൻക്ലൂസീവ്നെസ് എന്നത് തന്നെയാണ് ദിവി സുജാതയുടെ മുഖമുദ്രയായി തെലുഗു ജേർണലിസം രംഗത്തെ പ്രശസ്തർ എടുത്തു പറയുന്നത്. രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, സാംസ്കാരിക പരിപാടികൾ എന്നിങ്ങനെ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ദിവി സുജാതയുടെ അവതരണം മികച്ചതാണെന്നാണ് പൊതു അഭിപ്രായം. പത്രപ്രവർത്തക എന്ന ലേബലിൽ നിന്ന് ഐക്കോണിക് ചന്ദ്രബയിലേക്കുള്ള ദിവി സുജാതയുടെ യാത്ര അവരുടെ കഴിവിനെ മാത്രം ബേസ് ചെയ്ത് സംഭവിച്ചതാണ്. തെലുഗു മാധ്യമ രംഗത്തെ യുവതലമുറയുടെ റോൾ മോഡലുകളിൽ ഒരാൾ കൂടിയാണ് ദിവി സുജാത. എന്തായാലും എമ്പുരാൻ ടീമിനോടൊപ്പമുള്ള സുജാതയുടെ അഭിമുഖത്തിന്റെ ഉദ്ദേശം നടന്നു കഴിഞ്ഞു. തെലുങ്കിൽ എമ്പുരാൻ പ്രൊമോഷനിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിരിക്കുന്നത് ഈ ഇന്റർവ്യൂ തന്നെയാണ്.